ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ 28ാമത്തെ ശ്ലോകത്തിലെ നാമങ്ങളുടെ അന്വയാർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിൽ 256 മുതൽ 264 വരെയുള്ള 9 നാമങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ്? വൃഷാഹി, വൃഷഭ, വിഷ്ണു, വൃഷപർവ, വൃഷോദര, വർധന, വർധമാന, വിവിക്ത, ശ്രുതിസാഗര. ഇങ്ങനെ 9 നാമങ്ങളാണ് ഉള്ളത്. 256ാമത്തെ നാമം വൃഷാഹി. വൃഷം എന്നാൽ ധർമ്മം അഥവാ പുണ്യമെന്ന് നമ്മൾ 12ാമത്തെ ശ്ലോകത്തിലെ 112ാമത്തെയും 113ാമത്തെയും നാമങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വൃഷകർമ്മ, വൃഷാകൃതി, അല്ലേ? ധർമ്മരൂപമായ കർമ്മത്തോടു കൂടിയവൻ, ധർമ്മത്തിനു വേണ്ടിയുള്ള ശരീരത്തോടു കൂടിയവൻ എന്നെല്ലാം പഠിച്ചു. വൃഷാഹി എന്നാൽ വൃഷാഹമുള്ളവൻ, വൃഷാഹി, അല്ലേ? ആചാര്യസ്വാമിജിയുടെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വൃഷോ ധർമ്മ പുണ്യം. വൃഷമെന്നാൽ ധർമ്മം അഥവാ പുണ്യം. പിന്നെയും പറഞ്ഞിരിക്കുന്നു തദേവാഹ പ്രകാശാധർമ്മ്യാതെന്ന്. പ്രകാശസ്വരൂപത്തിന് സാദൃശ്യമുള്ളതിനാൽ അത് തന്നെയാകുന്നു അഹഹാന്ന്. അഹ എന്ന് പറഞ്ഞാൽ എന്താ? അഹഹ എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ്. പിന്നെയും ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നു ദ്വാദശാഹ പ്രഭൃതിർവൃഷാഹ. പ്രഭൃതിർവൃഷാഹ. ദ്വാദശാഹ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വാദശാഹം മുതലായ യജ്ഞങ്ങളെ വൃഷാഹം എന്ന് പറയുന്നു. ദ്വാദശ എന്ന് പറഞ്ഞാൽ 12, അഹഹ എന്ന് പറഞ്ഞാൽ പകൽ. അപ്പോൾ ഈ ദ്വാദശാഹം മുതലായ യജ്ഞങ്ങളെ വൃഷാഹം എന്നാണ് പറയുന്നത്. യജ്ഞദേവനായ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടി 12 ദിവസങ്ങളിലായി നടത്തുന്ന ഒരു യാഗമുണ്ട്. ആ യാഗത്തിൻ്റെ പേരാണ് വൃഷാഹം. വൃഷം എന്നാൽ പുണ്യം എന്ന് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ അഹ എന്നാൽ പകൽ. അപ്പോൾ പകൽ സമയം, പുണ്യസമയത്ത് പ്രദാനം ചെയ്യുന്നവനാരോ, പുണ്യസമയത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ വൃഷാഹിഹി എന്ന് പറയുന്നു. ഇതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദ്വാദശാഹം മുതലായ യജ്ഞങ്ങളെ വൃഷാഹം എന്ന് പറയുന്നു. വൃഷാഹമുള്ളതിനാൽ വൃഷാഹി. സഹ അസ്യ അസ്തി ഇത് വൃഷാഹി എന്നാണ് പറയുന്നത്. ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. വൃഷോ ധർമ്മ പുണ്യം തദേവാഹ പ്രകാശാധർമ്മ്യാത് ദ്വാദശാഹ പ്രഭൃതിർവൃഷാഹ സോസ്യാസ്തിതി വൃഷാഹി. സഹ അസ്യ അസ്തിതി വൃഷാഹി. 257ാമത്തെ നാമം വൃഷഭ. വർഷത്യേഷ ഭക്തേഭ്യഃ കാമാനിതി വൃഷഭ. ഭക്തന്മാർക്ക് സകല അഭീഷ്ടങ്ങളെയും വർഷിക്കുന്നവനാകയാൽ വൃഷഭൻ. ഭക്തന്മാരിൽ അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ വർഷിക്കുന്നവനാണ് വൃഷഭൻ. ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ മതിയാവോളം അനുഗ്രഹിക്കുന്നു. ധർമ്മമാർഗത്തിലൂടെ കർമ്മം ചെയ്യുന്നവന് ധർമ്മസ്വരൂപിയായ ഭഗവാൻ ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നു, അല്ലേ? ഭഗവാൻ തൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നു.
ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ അതിൻ്റെ ധർമ്മം നിലനിൽക്കുകയില്ല. ഈ തത്വം ഭംഗിയായി വെളിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ കേനോപനിഷത്തിൽ ഉണ്ട്. കേനോപനിഷത്തിൽ 4 ഖണ്ഡങ്ങളാണ് ഉള്ളത്. ഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ അധ്യായങ്ങൾ. ആദ്യത്തെ 2 ഖണ്ഡങ്ങളിൽ പരബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ബ്രഹ്മത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നും ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു. അവസാനത്തെ 2 ഖണ്ഡങ്ങളിൽ പരബ്രഹ്മത്തെ അറിയുവാൻ വളരെ ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായി യക്ഷത്തിൻ്റെ ആവിർഭാവവും ദേവന്മാർക്ക് പറ്റിയ ജാള്യവും വ്യക്തമാക്കിയിരിക്കുന്നു. ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു. അവർക്ക് അഹങ്കാരമായി. തങ്ങളെ വെല്ലാൻ ആരുമില്ല, ഇത് നമ്മുടെ മാത്രം വിജയമാണ്, ഈ നേട്ടം എന്നെല്ലാം അഹങ്കരിച്ചു. അവർ അഹങ്കാരത്തോടെ വിജയം ആഘോഷിച്ചു. ദേവന്മാരുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. എന്നിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ, അതായത് യക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർക്കൊന്നും മനസ്സിലായില്ല ഇതെന്താന്ന്. യക്ഷം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. യക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്, അതായത് തിരിച്ചറിയാൻ പറ്റാത്തൊരു രൂപം. പിശാച്, നായ എന്നൊക്കെയും ഇതിന് അർത്ഥമുണ്ട്. അപ്പോൾ യക്ഷം എന്നേ പറയുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ദേവന്മാർ യക്ഷത്തെ കണ്ടപ്പോൾ അന്യോന്യം ഇതെന്ത് എന്ന് അന്വേഷിച്ചു. ആകെ എന്താ പറയുക, അത്ഭുതമായി. എന്ത് സാധനമെന്നുള്ള മട്ടിൽ. അപ്പോൾ അവരാരും ഇതുവരെ കാണാത്തൊരു രൂപമായിരുന്നു അത്. ഉഗ്രസ്വരൂപത്തോടെയുള്ള യക്ഷത്തെ കണ്ട് ഭയന്ന ദേവന്മാർ ആദ്യം അഗ്നിദേവനോട് ഈ യക്ഷം ആരാണെന്ന് മനസ്സിലാക്കി വരൂ എന്ന് പറഞ്ഞ് അയച്ചു. അങ്ങനെ അഗ്നിദേവൻ യക്ഷത്തിൻ്റെ അരികെ വന്നു. അഗ്നിദേവനോട് യക്ഷം ചോദിച്ചു, കഹാസി, നീ ആരാണ് എന്ന്. അപ്പോൾ അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ പ്രശസ്തനായ അഗ്നിദേവനാകുന്നു. ജാതവേദസ്, അതായത് സർവജ്ഞൻ എന്ന പേരിലും ഞാൻ പ്രസിദ്ധനാണ്. അഹങ്കാരത്തോടെ പറഞ്ഞു. അഹങ്കാരത്തിൻ്റെ ഉച്ചകോടിയിൽ പറയുകയാണ്, എന്നെ സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ എന്ന പേരിലും പ്രസിദ്ധനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യക്ഷൻ ചോദിച്ചു, ആഹാ, നിന്നിൽ എന്ത് ശക്തിയാണുള്ളത്? അപ്പോൾ അഗ്നിദേവൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെയും കത്തിച്ചാമ്പലാക്കുവാനുള്ള അസാധാരണമായ കഴിവ് തനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു. ഒരു പുൽക്കൊടി പറിച്ച് അഗ്നിദേവൻ്റെ മുമ്പിൽ വെച്ചിട്ട് യക്ഷം പറഞ്ഞു, അതിനെ ദഹിപ്പിച്ച് ഭസ്മമാക്കൂ എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും കത്തിച്ചാമ്പലാക്കുവാനുള്ള അസാധാരണ കഴിവുള്ളവനല്ലേ അഗ്നി. അപ്പോൾ ഈ ഒരു പുൽക്കൊടി അങ്ങോട്ട് മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനെ ഒന്ന് ദഹിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. പുൽക്കൊടിയെ ദഹിപ്പിക്കുവാൻ സകല കഴിവുകളും എടുത്തെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെ ജാള്യതയോടെ അഗ്നിദേവൻ മടങ്ങി. ദേവന്മാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത ഊഴം ആരാണ്? വായുദേവനാണ്. ഇന്ദ്രൻ കഴിഞ്ഞ അഗ്നി, അഗ്നി കഴിഞ്ഞ വായു. വായുദേവനോട് പറഞ്ഞു. അപ്പോൾ വായുദേവൻ യക്ഷൻ്റെ മുന്നിൽ വന്നു. യക്ഷൻ വീണ്ടും ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ വായുദേവൻ പറഞ്ഞു, ഞാൻ പ്രസിദ്ധനായ വായുദേവനാണ്. പിന്നെ പറഞ്ഞു, അന്തരീക്ഷത്തിലെ തൻ്റെ സഞ്ചാരത്തെ ആർക്കും തടയാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് എല്ലാവരും മാതരിശ്വാവ് എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് വിളിച്ച് ആദരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യക്ഷൻ ചോദിച്ചു, അത്ര ഗംഭീരനായ താങ്കളിൽ എന്ത് ശക്തിയാണുള്ളത്? അപ്പോൾ വായു ഭഗവാൻ പറഞ്ഞു, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം പറപ്പിക്കാൻ കഴിയും. ഈ വീരവാദം കേട്ടപ്പോൾ ഭഗവാൻ ഒരു പുൽക്കൊടി വായുദേവൻ്റെ മുമ്പിലും വെച്ചു. എന്നിട്ട് അതൊന്ന് എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു. ആ പുൽക്കൊടി ഇളക്കാൻ പോലും സാധിച്ചില്ല. ലജ്ജയോടെ വായുദേവനും മടങ്ങി ദേവന്മാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വായുദേവൻ്റെ അഹന്തയും അങ്ങനെ ഇല്ലാതാക്കി ഭഗവാൻ. അവസാനം ദേവന്മാരെല്ലാം കൂടി ആലോചിച്ച് ഇന്ദ്രൻ തന്നെ അറിഞ്ഞു വരട്ടെ എന്ന് തീരുമാനിച്ചു. ഇന്ദ്രൻ യക്ഷത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നാൽ യക്ഷം ഇന്ദ്രനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അപ്രത്യക്ഷനായി ഇന്ദ്രനെ കണ്ടപ്പോൾ.
ഇന്ദ്രൻ അവിടെ തന്നെ നിന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനനിരതനായി നിന്നു. അഹങ്കാരമൊക്കെ പോയി. അപ്പോൾ അവിടെ ഹിമവാന്റെ പുത്രി ഉമ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ ദേവിയോട് യക്ഷം ആരാണെന്ന് ആരാഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, യക്ഷം ബ്രഹ്മം തന്നെയാണ്. ദേവാസുര യുദ്ധത്തിൽ ബ്രഹ്മചൈതന്യം കൂടുതലായി ദേവന്മാരിൽ പ്രവേശിച്ചത് കൊണ്ടാണ് അസുരന്മാരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താ? മനുഷ്യർക്ക് ആഗ്രഹിക്കുവാനും ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കുവാനും സാധിക്കും. അവരുടെ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം ലഭിക്കണം. അത് എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. താനൊരു ഉപകരണം മാത്രമാണെന്നും ഭഗവാനാണ് തന്നെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നതെന്നുമുള്ള ബോധം വേണം. അഗ്നിക്ക് ദാഹകശക്തിയും വായുവിന് ചാലകശക്തിയും നൽകുന്നത് ബ്രഹ്മം തന്നെയാണ്. വൃഷഭനായ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യുവാനുള്ള ശേഷി ആർക്കും ഉണ്ടാകുകയില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത നാമം 258 നാമം വിഷ്ണുഹു. ഭഗവാന്റെ ഈ നാമം നമ്മൾ ആദ്യ ശ്ലോകത്തിൽ തന്നെ പഠിച്ചിരുന്നു അല്ലേ? അതായത് വിവേശതി വ്യാപ്നോതി ഇതി വിഷ്ണുഹു. യാതൊരുവനാണോ സർവവ്യാപി ആയിരിക്കുന്നത് അവനാണ് വിഷ്ണു. അല്ലെങ്കിൽ വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണുഹു. സർവവും വ്യാപ്തമാക്കുന്നത് വിഷ്ണു. വിഷവ്യാപ്ത്യഭിധായിനോ നുക് പ്രത്യയാന്തസ്യ രൂപം വിഷ്ണുരുതി. ആചാര്യസ്വാമിജി ഭാഷ്യത്തിൽ പറയുന്നതാണ്. അതായത് വ്യാപ്തി എന്നതിനെ കുറിക്കുന്നതും നുക് എന്ന പ്രത്യയം ഒടുവിൽ ചേർക്കുന്നതുമായ വിഷ് ധാതുവിൻ്റെ രൂപമാകുന്നു വിഷ്ണു എന്നർത്ഥം. വിഷ്ണു തന്നെയാണ് ബ്രഹ്മം അല്ലേ? നമ്മളിതെല്ലാം പഠിച്ചു. ബ്രഹ്മം തന്നെ സാകാര നിരാകാര രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. നിരാകാരമാകുമ്പോൾ ബ്രഹ്മം, അതായത് രൂപമില്ലാതിരിക്കുമ്പോൾ ബ്രഹ്മം, രൂപമെടുക്കുമ്പോൾ സാകാരമാകുമ്പോഴോ നമ്മൾ വിളിക്കുന്ന ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ, കണ്ണൻ, എന്തെല്ലാം പേരുകൾ വിളിക്കണോ അങ്ങനെ പല രൂപങ്ങളിൽ പ്രകടമാകുന്നു. സാകാര രൂപം എടുക്കുകയാണ് അപ്പോൾ കേട്ടോ. അത് മനസ്സിലാക്കാം. മഹാഭാരതത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ഈ ആകാശവും ഭൂമിയും എന്നിൽ വ്യാപരിക്കുന്നു. അല്ലയോ അർജുന, എൻ്റെ വിസ്താരമാകട്ടെ അനന്തമാണ്. ഈ വിസ്താരം നിമിത്തമാണ് ഞാൻ വിഷ്ണു എന്ന് പറയപ്പെടുന്നതെന്ന്. ഈ ലോകത്തിൽ യാതൊന്ന് കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവയുടെ എല്ലാം അകത്തും പുറത്തും വ്യാപിച്ച് ശ്രീനാരായണൻ സ്ഥിതി ചെയ്യുന്നുവെന്ന് നാരായണോപനിഷത്തിൽ പറയുന്നു. യച്ച കിഞ്ചിത് ജഗത് സർവം ദൃശ്യത്തെ ശ്രൂയത്തെ പിവ അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ ഇത്യാദി ശ്രുതേ ബൃഹന്നാരായണേ നാരായണോപനിഷത്തിൽ പറയുന്നു. വിഷ്ണു ഭഗവാന്റെ സ്വരൂപമാണ് പരമാർത്ഥ ദൃഷ്ടിയിൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. പരമാർത്ഥ ദൃഷ്ടിയിൽ കേട്ടോ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ഇനി 259 നാമം വൃഷപർവ. വൃഷം എന്നാൽ ധർമ്മം അല്ലേ? പഠിച്ചു. പർവ്വങ്ങൾ എന്നാൽ എന്താണ്? പടവുകൾ. ഈ കോണിപ്പടിയില്ലേ, അത് പടവുകളാണ്. അപ്പോൾ ഭാഷ്യത്തിൽ പറയുന്നത് വൃഷരൂപാണി സോപാന പർവണ്യാഹുഃ പരം ധാമാരുരോക്ഷോരിത്യതോ വൃഷപർവ. വൃഷരൂപാണി സോപാന പർവണ്യാഹുഃ പരം ധാമാരുരോക്ഷോരിത്യതോ വൃഷപർവ. അതായത് പരമധാമത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഇച്ഛിക്കുന്നവർക്ക് വൃഷരൂപങ്ങളായ, അതായത് ധർമ്മരൂപങ്ങളായ പർവ്വങ്ങൾ, പടവുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിനാൽ വൃഷപർവാവ്. സനാതനധർമ്മത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് അല്ലേ? ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ധർമ്മത്തിൻ്റെ വഴി തന്നെ പിന്തുടരേണ്ടതുണ്ട്. ലക്ഷ്യം മഹത്തരമാണ്, അപ്പോൾ മാർഗവും മഹത്തരമാവണം.
പരമധാമത്തിലേക്ക് പ്രവേശിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് ധർമ്മരൂപങ്ങളായ പടവുകളായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വൃഷപർവ എന്നുള്ള നാമം ഭഗവാന്. ഇനി 260 നാമം വൃഷോദര. പ്രജാ വർഷതീവ ഉദരമസ്യേതി വൃഷോദര. പ്രജകളെ വർഷിക്കുന്നത് പോലുള്ള ഉദരമുള്ളതിനാൽ വൃഷോദരൻ. പ്രളയകാലത്തിൽ ജീവികളെ ഉദരത്തിൽ വഹിക്കുന്നതിനാൽ സൃഷ്ടികാലത്തിൽ അവയെ ഉദരത്തിൽ നിന്നും പുറത്തുവിടുമെന്നും താൽപ്പര്യം. വൃഷത്തിന് വർഷിക്കുക എന്ന അർത്ഥമുണ്ട്. വൃഷം എന്നതിന് ധർമ്മം എന്ന അർത്ഥത്തിലും എടുത്താൽ ധർമ്മം നിറഞ്ഞ ഉദരത്തോടു കൂടിയവനാരോ അവൻ വൃഷോദരൻ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉദരത്തിൽ നിന്നാണ് ബ്രഹ്മാവ് മുതൽ പരമാണു വരെ ഉണ്ടായിരിക്കുന്നത്. ഇവയെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചവും അതിലെ പദാർത്ഥങ്ങളും നിലനിൽക്കുന്നത്. പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം ധർമ്മമാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എത്രയോ ഗോളങ്ങൾ സദാസമയം ബ്രഹ്മാണ്ടത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവയെല്ലാം നിയതമായ പന്ഥാവിലൂടെ വഴി തെറ്റാതെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗോളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതായി ഇതുവരെ നാം കേട്ടിട്ടില്ല. പ്രകൃതിയിലെ സസ്യജാലങ്ങൾ അവയുടെ ധർമ്മം യഥോചിതം നിർവഹിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും എല്ലാം തന്നെ അവയുടെ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം അവൻ്റെ ധർമ്മമായ മനുഷ്യത്വം വിട്ട് പെരുമാറുന്നതായി കാണുന്നു. ഭഗവാന്റെ ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഉദരത്തിൽ നിന്ന് വന്ന എല്ലാ പദാർത്ഥങ്ങളും ധർമ്മമാർഗത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യ സമൂഹത്തിലാണ് വൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം സ്വാർത്ഥതയിലൂന്നിയുള്ള മനുഷ്യൻ ധർമ്മത്തെ മറന്ന് പ്രവർത്തിക്കുന്നു. ഭഗവാൻ പലപ്പോഴായി അവതരിച്ചത് മനുഷ്യനെ അധർമ്മ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ധർമ്മം എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആലോചിക്കാം. ഇനി 261 നാമം വർദ്ധനഃ. വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ വർദ്ധനൻ. വർദ്ധയതീതി വർദ്ധനഃ. തൻ്റെ ഭക്തന്മാർക്ക് ക്ഷേമത്തെ വർദ്ധിപ്പിക്കുന്നവൻ. ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ തലത്തിലും നമുക്ക് വേണ്ട പോഷണം തന്ന് നമ്മെ വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ. തനിക്ക് നൽകുവാനായി പഴംതുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന അവൾ നിർബന്ധത്തോടെ വാങ്ങി ഭക്ഷിച്ച് കുചേലനെ കുബേരനാക്കി. അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യത നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് തപസ്സു ചെയ്ത ധ്രുവകുമാരനെ അച്ഛൻ്റെ സ്നേഹവാത്സല്യത്തിന് പാത്രമാക്കി രാജാധികാരവും നേടിക്കൊടുത്തു. ഭഗവാനെ അകമഴിഞ്ഞ് ഭക്തിയോടെ ആർ പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെ അനുഭവങ്ങളും ഉണ്ടാകും, അല്ലേ? ഭക്തിയോടുകൂടി ഈ സഹസ്രനാമം പഠിച്ച് നിത്യവും ഉപാസന നടത്തിക്കോളൂ. ഭൗതികവും ആധ്യാത്മികവുമായ ഉന്നതി ലഭിക്കും. ഇനി അടുത്ത നാമം 262 നാമം വർദ്ധമാനഃ. വർദ്ധിച്ച മാനങ്ങളോട് കൂടിയവൻ. മാനങ്ങൾ എന്ന് വെച്ചാൽ തലങ്ങളോട് കൂടിയവൻ ആരോ അവൻ വർദ്ധമാനൻ. ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് പ്രപഞ്ചരൂപേണ വർദ്ധത ഇതി വർദ്ധമാനഃ. പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നവനാകയാൽ വർദ്ധമാനൻ. ഭഗവാൻ സ്വയം വർദ്ധിച്ച് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എത്ര വലുപ്പത്തിലും ഭഗവാനെ വർദ്ധിക്കുവാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ വർദ്ധമാനൻ എന്ന് പറയുന്നത്. ഭാഗവതത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ സത്യവ്രത രാജാവിൻ്റെ കൈക്കുമ്പിളിലെ ജലത്തോടൊപ്പം അകപ്പെട്ട ഒരു ചെറിയ മത്സ്യം, അല്ലേ, തൻ്റെ ജലപാത്രത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ മത്സ്യം വളർന്ന് വലുതായി. അങ്ങനെ ആ കഥ ഭാഗവതത്തിൽ വായിച്ചാൽ മനസ്സിലാവും. മത്സ്യാവതാരം കേട്ടോ. ഒരു രാത്രി കൊണ്ട് ആ ജലപാത്രത്തിൽ കൊള്ളാതിരിക്കത്തക്ക വിധത്തിൽ വളർന്നു വലുതായ മത്സ്യം രാജാവിനോട് പറയുന്നതും എല്ലാ കഥകളിലുണ്ട്. മത്സ്യാവതാരം മനസ്സിലാക്കിയാലും അത് വായിച്ചാലും മനസ്സിലാവും. പിന്നെ വടുരൂപിയായ വാമന് വളർന്ന് എന്തുണ്ടായി? ത്രിലോകങ്ങളെ, ഭൂമി, ആകാശം, ദിക്കുകൾ, സ്വർഗം, അധോലോകങ്ങൾ, സമുദ്രങ്ങൾ, സൂക്ഷ്മപ്രാണികൾ, മനുഷ്യർ, ദേവന്മാർ, സഗുണാത്മകമായ സമസ്തവും ആരിലാണോ വസിക്കുന്നത്? അനന്തസ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ വാമന രൂപം.
ആശ്ചര്യകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വർദ്ധമാനഃ എന്നതിന് ഉദാഹരണമാണ്. അടുത്ത നാമം 263 നാമം വിവിക്തഃ, പ്രത്യേകമായി നിലനിൽക്കുന്നവൻ, ഏകൻ. കഴിഞ്ഞ നാമം വർദ്ധിക്കുന്നവനാണെന്ന് പഠിച്ചു. അങ്ങനെ വർദ്ധിക്കുന്നവനാണെങ്കിലും പ്രത്യേകമായി തന്നെ നിലനിൽക്കുന്നതിനാലാണ് ഭഗവാന് വിവിക്തൻ എന്ന് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നച്ചാഹം തേഷ്വസ്ഥിതഃ. അതായത് ഇതം സർവം ജഗത്ത്, ഇക്കാണുന്ന സകല പ്രപഞ്ചവും അവ്യക്തമൂർത്തിനാമായ, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടിയ എന്നെക്കൊണ്ട് തതം, അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. സർവഭൂതാനി, എല്ലാ പ്രപഞ്ച ഘടകങ്ങളും മത്സ്ഥാനി, എന്നിൽ ഇരിക്കുന്നു. അഹം ച, ഞാനാകട്ടെ തേഷു, അവയിൽ ന അവസ്ഥിതഃ, ഇരിക്കുന്നുമില്ല. ഇതാണത് പറയുന്നത്, ആ ശ്ലോകം പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് സർവഭൂതങ്ങളും എന്നിലിരിക്കുന്നു, എന്നാൽ ഞാൻ അവയിൽ ഇരിക്കുന്നില്ല. നമ്മെപ്പോലുള്ളവർക്ക് ആകെ സംശയമാകും അല്ലേ? ചിലപ്പോൾ ഭഗവാൻ പറയുന്നു നമ്മുടെ ഉള്ളിൽ എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിഭൂതമായിരിക്കുന്നു. ഇപ്പോൾ പറയുന്നു ഭഗവാൻ അവയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാകുള്ളൂ. ഭഗവാൻ പദാർത്ഥത്തിലോ പദാർത്ഥങ്ങളിലോ നിലനിൽക്കുന്നില്ല. കാരണം ഈ ജഗത്ത് മിഥ്യയാണ്. മിഥ്യയായ ജഗത്തിൽ എങ്ങനെ ഭഗവാൻ ഉണ്ടാകും? ജഗത്ത് ഉള്ളതായി തോന്നിക്കുന്നത് മായയുടെ ശക്തി കൊണ്ടാണ്. എന്നാൽ ഭഗവാന്റെ ഈശ്വര സംബന്ധമായ യോഗവൈഭവത്താൽ സ്വരൂപത്തെ കൊണ്ട് പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവാൻ പദാർത്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ല. പാരമാർത്ഥികാവസ്ഥയിലെ കാര്യമാണ് ഭഗവാൻ പ്രസ്താവിച്ചത്. വ്യാവഹാരികാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ തത്വം മനസ്സിലാക്കുവാൻ സാധ്യമല്ല. സൂര്യൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണുന്നുണ്ടല്ലോ, എന്നാൽ സൂര്യൻ വെള്ളത്തിലാണ് കഴിയുന്നതെന്നും സൂര്യനെ വെള്ളം നനയ്ക്കുന്നുണ്ടെന്നും പറയാൻ സാധിക്കുമോ? സ്വപ്നത്തിൽ നാം പലതും കാണും അല്ലേ, പ്രതികരിക്കും. എന്നാൽ അവയൊന്നും ഇല്ലാത്തതാണെന്ന് ഉണരുമ്പോൾ മനസ്സിലാക്കുന്നു. ഭഗവാന്റെ ഈ വിവിക്താവസ്ഥ ഉയർന്ന തലത്തിൽ ബുദ്ധി വ്യാപരിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത 264 നാമത്തിലേക്ക് പോവാം. ശ്രുതിസാഗരഃ. ശ്രുതയഃ സാഗര ഇവാത്ര നിധീയന്തെ ഇതി ശ്രുതിസാഗരഃ. സമുദ്രത്തിൽ ജലം എന്ന പോലെ ഭഗവാനിൽ ശ്രുതികൾ സമർപ്പിക്കപ്പെടുന്നതിനാൽ ശ്രുതിസാഗരൻ. ശ്രൂയത്തെ ധർമാധർമ്മൗ അനയ ഇതി ശ്രുതിഃ. ഇതിനാൽ ധർമാധർമ്മങ്ങൾ എന്തെന്ന് ശ്രവിക്കപ്പെടുന്നതുകൊണ്ട് ശ്രുതി എന്ന് നിരുക്തം പറയുന്നത്. ശ്രുതിയുടെ സാഗരമാണ് ഭഗവാൻ. ചിന്തകളാകുന്ന നദികളും അരുവികളും മഹാവിജ്ഞാനമാകുന്ന സാഗരത്തിലേക്ക് വേഗതയോടെ ഒഴുകിയെത്തുന്നു. എല്ലാ ചിന്തകളും അവസാനിക്കുന്നത് ഭഗവാനിലാണ്. ഭഗവാനെ മനസ്സിലാക്കുന്നതിനായിരിക്കണം ജീവിത ലക്ഷ്യം. ഭഗവാനെ മനസ്സിലാക്കുക എന്നാൽ ഭഗവാനിൽ ലയിക്കുക എന്നാണ് അർത്ഥം. പിന്നെ വ്യക്തിത്വമില്ല, പൂർണ്ണത പ്രാപിച്ച അവസ്ഥയാണത്. എല്ലാ അറിവുകളും ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിയിൽ നിലനിൽക്കുന്ന അറിവുകളെല്ലാം ഭഗവാന്റെ മഹത്തായ അറിവിൻ്റെ അംശം മാത്രമാണ്. ഭഗവാനെ വേദമൂർത്തേ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? വേദത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ. ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും മനസ്സിലാക്കണമെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും പുരാണങ്ങളും പഠിക്കേണ്ടതുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഭഗവാന്റെ തത്വാധിഷ്ഠിതമായ രൂപഭാവങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സ്മൃതികൾ ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ് രചിക്കപ്പെട്ടത്. സ്മൃതികളിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ശ്രുതിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കി അത് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ശ്രുതി ഭഗവാൻ തന്നെയാണെന്ന്
ശ്രുതിസാഗര എന്ന ഭഗവത് നാമത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ 28ാമത്തെ ശ്ലോകത്തിലെ എല്ലാ നാമങ്ങളും നമ്മൾ മനസ്സിലാക്കി. 29ാമത്തെ ശ്ലോകം അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം തത്സത്.